മോദിയെ ഡയറക്റ്റ് ഹിറ്റ് ചെയ്യുന്ന, മോദി കള്ളത്തരം കാണിച്ചു, മോദി ഇലക്ട്രൽ ബോണ്ട് വഴി കോടികൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഡൽഹിയിൽ ഉണ്ടാക്കുന്ന RSS ആസ്ഥാനം വസന്ത് കുഞ്ച്, അതിൻ്റെ പിന്നിലുള്ള കോടാനുകോടി എവിടെ നിന്ന് കിട്ടി, രജിസ്റ്റർ ചെയ്യാത്ത സംഘടനയ്ക്ക് എത്ര കാശ് കിട്ടി, ഇതുപോലുള്ള മൗലികമായ ചോദ്യങ്ങൾ ഈ മാന്യൻ ചോദിക്കുന്നില്ല എന്ന് കാണണം. ഞാൻ സർക്കാരിനെതിരാണെന്ന് ഫീൽ ചെയ്യിപ്പിക്കാനുള്ള ചില സാധനങ്ങൾ പുള്ളി ഇടുകയാണ്, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് പുള്ളി വളരെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസിലേക്കോ അഡ്മിനിസ്ട്രേഷണൽ ഇഷ്യൂസിലേക്കോ പോകുന്നില്ല എന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ തിരിയുന്നതിന് പല കാരണങ്ങൾ കാണും. നേരത്തെ ഇപ്പം നൗഫൽ പറഞ്ഞ പോലെ ഒരു ക്രെഡിബിലിറ്റി ഒരു പ്രധാന സംഗതിയാണ്. നിങ്ങൾ തുടങ്ങിയ കാലം മുതൽ ഒരു വശത്ത് നിൽക്കുക. നിങ്ങൾ തുടങ്ങിയ കാലം മുതൽ ഒരു സർക്കാരിനെ പുകഴ്ത്തുക, ആ സർക്കാരിന് വേണ്ടി സംസാരിക്കുക, അവരുടെ പോളിസീസിൻ്റെ പ്രചാരകനാവുക, അപ്പുറത്തെ കോൺഗ്രസിനെ വിമർശിക്കുക, കോൺഗ്രസ് നാശോന്മുഖമായതിനു ശേഷവും അതിനെ തന്നെ വിമർശിക്കുക, നെഹ്റുവിനെ വിമർശിക്കുക. അപ്പോൾ നിങ്ങൾ കുറേ കഴിയുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും? ക്രെഡിബിലിറ്റി ലോസ്. ഇയാൾക്കൊരു ക്രെഡിബിലിറ്റി ഇല്ല, ഇയാൾ അവരുടെ ഒരു മൗത്ത് പീസാണെന്ന് തോന്നും. എന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി നടത്തുന്ന വാർത്താ സമ്മേളനങ്ങൾക്ക് മോദിയേക്കാൾ കൂടുതൽ ആളുകളുണ്ട് എന്ന് ഡേറ്റ പുറത്തു വരുന്ന കാലമാണ്. മണിപ്പൂർ വിഷയത്തിൽ മോദി നടത്തിയ പ്രസംഗത്തെക്കാൾ കൂടുതൽ വ്യൂവർഷിപ്പ് ആർക്കായിരുന്നു? ഇദ്ദേഹത്തിനായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിനായിരുന്നു. രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള ഭാരത് ജോഡോ യാത്രയുടെ നടത്തിയിട്ടുള്ള ഇമ്പാക്റ്റ് നമുക്കറിയാം. അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ തിരിച്ചുവരവ് നമുക്കറിയാം. ഈ ധ്രുവ് റാട്ടി എന്ന് പറയുന്ന ജേർണലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് എന്തുമാത്രം വലുതാണ് നമ്മൾ കാണുന്നു. അപ്പോൾ സത്യത്തിൽ വോട്ട് ചോരി എന്ന് പറഞ്ഞ പ്രതിപക്ഷ സമീപകാലത്തുകൊണ്ട് സംഗതിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു പെനട്രേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ക്രെഡിബിലിറ്റി മാനേജ് ചെയ്യാൻ എടുക്കാൻ പറ്റിയ ഒരു പൊസിഷൻ എന്താണെന്ന് നന്നായി മനസ്സിലായി. ഇപ്പോൾ എടുക്കുന്ന മുഴുവൻ സാധനം വൺ ഇൻട്രാക്ഷനാണ്. ആളുകൾ മുഴുവൻ വന്ന് കാണുന്നു, അർണബ്ജി നിങ്ങൾക്ക് എന്ത് പറ്റിയും ചോദിക്കുന്നു, പല കാര്യങ്ങളും ചോദിക്കുന്നു, നിങ്ങളെ വേറെ ആരെങ്കിലും വിലക്കെടുത്തും ചോദിക്കുന്നു, സത്യത്തിൽ നിങ്ങൾക്ക് ഇപ്പോഴാണോ സത്യം മനസ്സിലായത്, അങ്ങനെ പലതരത്തിലുള്ള സമ്മിശ്രമായ പ്രതികരണം കാണാം. പക്ഷേ വൺ ഇൻട്രാക്ഷനാണ്. അതിൽ അദ്ദേഹം മൂഡ് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ മോദിയെ ഡയറക്റ്റ് ബുദ്ധിമുട്ടിക്കാത്ത പല സംഗതികളും എടുത്ത് രാത്രി ഒച്ച വയ്ക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ. ഇതിൻ്റെ ഒരു കാരണം ക്രെഡിബിലിറ്റി ലോസ് പരിഹരിക്കുക എന്ന ഉദ്ദേശം അതിനകത്തുണ്ട്. അതായത് ഇദ്ദേഹത്തിൻ്റെ കൂടെ മാത്രം നിൽക്കുന്നത് ഈ റേറ്റിംഗ് പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം തുടങ്ങിയ ആദ്യത്തെ 2 വർഷം കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലെ നമ്പർ 1 ചാനൽ എന്ന് എല്ലാ വീക്കിലും എഴുതി കാണിക്കുമായിരുന്നു. കാരണം അവർ തന്നെ ടോപ്പായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരല്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ CNN ന്യൂസ് 18 എന്ന് പറഞ്ഞ അംബാനിയുടെ ചാനലാണ് ഇപ്പോൾ ടോപ്പ് ചാനൽ. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ ആദ്യത്തൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ നമ്മുടെ NDTV അദാനിയുടെ ചാനലാണ്. ഇപ്പോൾ രാഹുൽ കനമലിനെയൊക്കെ എടുത്ത് സംഗതി വിപുലമാക്കി വൻ പരിപാടിയാക്കി മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ നോക്കൂ, ഈ റേറ്റിംഗ് മൊത്തം തട്ടിപ്പാണെന്ന് പറഞ്ഞ് ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനി ഉടമകൾ രംഗത്ത് വന്നിട്ടുണ്ട്. അത് അർണബാണ് ദേശീയ തലത്തിൽ ലീഡർഷിപ്പ്. ഇവിടെ നമ്മുടെ കേരളത്തിലെ 24ൻ്റെ ചീഫ് എഡിറ്റർ ശ്രീകണ്ഠൻ നായരൊക്കെയാണ് അതിനകത്തുള്ളത്. അവർ പലതവണ സർക്കാരിനെ കാണുകയും റേറ്റിംഗ് തട്ടിപ്പ് പരിഗണിക്കണമെന്ന് ആവശ്യപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. സർക്കാർ പരിഗണിക്കാമെന്ന് ഉറപ്പ് കൊടുക്കുകയും ചെയ്യും. ആ വ്യവസ്ഥ മാറ്റാം, ഈ വ്യവസ്ഥ മാറ്റാം എന്നൊക്കെ ഇവരെ അറിയിക്കും. ഇവർ വലിയ വാർത്തയാക്കും. പണ്ട് തട്ടിപ്പ് നടത്തിയവരുമാണ്. പക്ഷേ ഇവർക്ക് അതവർ പരിശോധിക്കുന്ന കാര്യം. ഇവർക്ക് പക്ഷേ അതിനൊരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. കാരണം റേറ്റിംഗ് തട്ടിപ്പ് പരിശോധിക്കണം, വ്യൂവർഷിപ്പിൻ്റെ ഈ ഡേറ്റ മുഴുവൻ റീവിസിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആരുടെ കണക്ക് റീവിസിറ്റ് ചെയ്യണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്? അംബാനിയുടെ ചാനൽ 1ാം സ്ഥാനത്താണ്. അത് പറ്റില്ല എന്ന് പറഞ്ഞാണ് അർണബ് ബോളം വെക്കുന്നത്. നടക്കുന്ന കാര്യമാണോ? അംബാനിയുടെ കയ്യിലെ കാശിരിക്കുന്നത്. അദാനിയുടെ ചാനൽ ഇപ്പോൾ അവർ കയറി വരികയാണ്, അത് റീവിസിറ്റ് ചെയ്യണം, അത് ശരിയല്ല അവർക്ക് റേറ്റിംഗ് കിട്ടുന്നത് എന്നാണ് മോദിയോട് പോയി പറഞ്ഞത്. മോദിക്ക് പരിശോധിക്കാൻ പറ്റുമോ? അദാനി നടത്തുന്ന ചാനൽ താഴെയാണെന്ന് പറഞ്ഞാൽ പരിശോധിക്കാൻ പറ്റുമോ? കേരളത്തിലൊരു ചില ചാനലുകൾക്കെതിരായിട്ടുള്ള പരാതി വന്നാൽ കേരള സർക്കാരിന് പരിഗണിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. നമുക്കറിയാവുന്ന കേസുകളുണ്ട് എന്നതുപോലെയാണ്. അപ്പോൾ സത്യത്തിൽ ആകെപ്പാടെ നിരാശനാണ് പുള്ളിയുടെ സംഗതി ഒന്നും വർക്കാവുന്നില്ല എന്ന് മാത്രമല്ല ക്രെഡിബിലിറ്റി ഇല്ല. ഇതിപ്പോൾ സംബിത് പാത്ര BJPയുടെ അനലിസ്റ്റ് അല്ല അതിൻ്റെ സ്പോക്ക് പേഴ്സൺ വന്നിട്ട് പറഞ്ഞിട്ടുള്ള പറഞ്ഞതിന് കുറച്ചുകൂടെ ഒച്ചയുണ്ട്, മൈക്ക് അതിന് വേണ്ട, അല്ലാത്ത ഒച്ചയിൽ ആൾക്കാരെ കേൾപ്പിക്കും. അപ്പോൾ ഈ ക്രെഡിബിലിറ്റി ഇഷ്യൂ ഇദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ട് എന്നാണ് ഒരു കാര്യം. അത് വീണ്ടെടുക്കാൻ അദ്ദേഹം വളരെ തരളമായിട്ടുള്ള വഴികൾ തേടുകയാണ്. ആൾക്കാർ അതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്, അവർക്ക് ആ നിലയ്ക്കുള്ള റേറ്റിംഗ് ഉണ്ടായി വരുന്നുണ്ട് എന്ന് കാണാം. പക്ഷേ കോർ ഇഷ്യൂസിൽ നിന്നും ടച്ച് ചെയ്തിട്ടല്ല മോദിയെ നേരിടുന്നത് എന്ന പ്രശ്നം അവിടെ നിൽക്കുകയാണ്. രണ്ടാമത് പറഞ്ഞാൽ ഈ ഹിരൺ ജോഷി ഒരു ഫാക്ടർ ആവാം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. ഹിരൺ ജോഷി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രധാന പണി ഗുജറാത്ത് കേഡർ ഉദ്യോഗസ്ഥനാണ്. മോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കും മുതൽ തുടങ്ങിയതാണ്. മീഡിയ ഓപ്പറേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ മീഡിയ നെറേറ്റീവ്സ് ഉണ്ടാക്കുക. ഈ ആഴ്ച എന്ത് ചർച്ച ചെയ്യണം, ഈ ആഴ്ച പാകിസ്ഥാൻ വിരുദ്ധത, പാകിസ്ഥാനെയും എങ്ങനെ കോൺഗ്രസിനെയും തമ്മിൽ കണക്ട് ചെയ്യാം, ഇന്ത്യയിലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളെ നെഹ്റുവായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം, അതിനുള്ള ത്രെഡുകൾ മീഡിയയ്ക്ക് കൊടുക്കുകയും മീഡിയയെ മൊത്തം മാനേജ് ചെയ്യുകയും ചെയ്തത് അദ്ദേഹമാണ്. പക്ഷേ PMOയുമായി ബന്ധപ്പെട്ട എല്ലാ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നിന്നും അദ്ദേഹം പെട്ടെന്ന് ലെഫ്റ്റായി പോയി. കാരണം അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു ഗുരുതരമായ അഴിമതി ആരോപണം കോൺഗ്രസിൻ്റെ പവൻ ഖേഡ ഉന്നയിച്ചതിന് ശേഷം അദ്ദേഹത്തെ പുറത്താക്കാതിരിക്കാനോട് നിവൃത്തിയില്ല. അദ്ദേഹം ഇപ്പോൾ പോയിരിക്കുകയാണ്. മാധ്യമങ്ങളെ ശരിയാവണ്ണം ഡീൽ ചെയ്യാൻ കഴിയുന്ന ഒരു ആളില്ലാത്തതിൻ്റെ ഭാഗമായിട്ട് ഡ്രൈവിംഗ് ഫോഴ്സ് ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഈ സിനിമ കണ്ടത്, എക്കോ സിനിമ കണ്ടില്ലേ, നായ്ക്കൂട്ടത്തെ നിയന്ത്രിക്കാനുള്ള ഒരു പവർ ഉണ്ടാവണം. ആ പവർ ലോസ് ആയ പിന്നെ നായ്ക്കൾ എന്താണ് ചെയ്യുന്നത് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ മീഡിയ ചിലപ്പോൾ അതിന് തോന്നിയപടി പെരുമാറുന്നു എന്ന് വേണം വിചാരിക്കാം. മൂന്നാമത്തെ സംഗതി എന്ന് വെച്ചാൽ സർക്കാരിനെതിരെ ഒരു ജനരോഷമുണ്ട്. അതിപ്പം പ്രത്യേകിച്ച് മിഡിൽ ക്ലാസ്സിനെ സീരിയസ് ആയിട്ടുള്ള ബാധിച്ചൊന്നാണ് ഈ പ്ലെയിൻ മൊത്തം കുഴപ്പമായത്. പിന്നെ ഈ പറഞ്ഞ ഡൽഹിയിലെ
എന്താണ് പൊല്യൂഷൻ ഒരു പ്രശ്നമാണ്. ആൾക്കാരെ സ്വാധീനിക്കുന്നുണ്ട്. കാരണം ഒരു ദിവസം റോഡിൽ ഇറങ്ങിയാൽ 100 സിഗരറ്റ് വലിക്കുന്നവരാണെന്ന് പറയും. അപ്പോൾ അതിന് ഭയങ്കരമായ പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് വെൻ്റ് ഔട്ട് ചെയ്യാൻ ചില ബാലൻസിങ് സാധനം ഇറക്കുമല്ലോ. ഒരു ഭാഗത്ത് ഒരാൾ കുറച്ച് ഒച്ച വയ്ക്കുക, അപ്പോൾ ജനങ്ങൾക്ക് ശരിയാണല്ലോ പ്രൊട്ടസ്റ്റ് ആ വഴി മാനേജ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് തോന്നുക. അതൊരു സ്ട്രാറ്റജിയാണ്, ലോകത്ത് പല അഡ്മിനിസ്ട്രേഷൻസും എടുക്കുന്നതാണ്. അത്തരം ഒരു സാധ്യതയാവാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ PMOയിൽ നിന്ന് കൃത്യമായിട്ടുള്ള കത്ത് കിട്ടാത്തതുണ്ടാവാം. അതുമല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ റേറ്റിംഗും അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റിയും തിരിച്ചെടുക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാകാം. ക്രെഡിബിലിറ്റി ആൻഡ് റേറ്റിങ്ങിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് എന്തൊക്കെയോ ചില കിരണങ്ങൾ കാണുന്നുണ്ടെന്ന് തോന്നുന്നു. അതാണ് അദ്ദേഹത്തിന് ബഹളം കൂടാനുള്ള സംഗതി. അതല്ലാതെ അർണബ് നന്നാവാനോ കഴിഞ്ഞ വർഷങ്ങൾ എത്രയായിട്ട് അദ്ദേഹം ഈ സംഘപരിവാറിൻ്റെ കൂടെ എന്ന് വെച്ച് വെക്കുന്നതാണ്. അദ്ദേഹത്തിന് ചേഞ്ച് ആവുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. അപ്പോൾ എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ള തമിഴ് ഡയലോഗാണ് നമ്പാതെ.